ഇങ്ങനെ മുടിയൊക്കെ കെട്ടി ഷോ കാണിച്ച് ഞാൻ പോകുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. കാരണം ഇനി അടുത്തൊന്നും എനിക്കിങ്ങനെ മുടി കെട്ടാൻ പറ്റത്തില്ല. ഏറെക്കുറെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എവിടേക്കാന്ന്. എൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ മുടി നീട്ടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. പണ്ട് വർഷങ്ങളായി എന്നെ ഷോർട്ട് ഹെയറിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർ എന്നെ ഇപ്പോൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് നിനക്കിതെന്താ പറ്റിയെന്ന്. പക്ഷേ നീട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ കുറച്ച് കാലം മാത്രമേ പരിചയമുള്ള ആൾക്കാർ എന്നോട് പറയാറുണ്ട് നിനക്കിതാ ബെസ്റ്റ്. എനിക്കെപ്പോഴും ഷോർട്ട് ഹെയർ ആണ് കേട്ടോ ഇഷ്ടം. ഹൃദയം കൊണ്ടാലോചിക്കുമ്പോൾ ലോങ് ഹെയറും ബ്രെയിനും കൊണ്ടാലോചിക്കുമ്പോൾ ഷോർട്ട് ഹെയറും വല്ലാത്തൊരവസ്ഥയല്ലേ. 1.5 കൊല്ലമായി ഇവർ രണ്ടുപേരെ ഇടയുള്ള യുദ്ധത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. ഒടുവിൽ ഇവരെ തർക്കം തീർക്കാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. ലോങ്ങും അല്ല ഷോർട്ടും അല്ല, നമുക്കൊരു മിഡിൽ വെച്ച് പിടിക്കാം. അതാകുമ്പോൾ ആർക്കും ഒരു പരാതിയില്ലല്ലോ. ഇനി അടുത്ത എൻ്റെ കൺഫ്യൂഷൻ എവിടെ പോയി ഹെയർ കട്ട് ചെയ്യുന്നതായിരുന്നു. എന്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഭംഗി ചെയ്യണ്ടേ. വീക്ക് ഡേയ്സിൽ ഫുള്ള് ബോറടിച്ചിരിക്കുന്ന ഞാൻ ആകെ ഒന്ന് ഉഷാറാവുന്ന വീക്കെൻഡ്സിലാണ്. അപ്പോൾ ആകെ കിട്ടുന്നൊരു ദിവസം ഇതിനു വേണ്ടി മാത്രമേ മാറ്റി വെക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഏറ്റവും അടുത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതായിരുന്നു ഞാൻ അന്വേഷിച്ചത്. ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഒരു വ്യത്യാസമില്ലാത്തതാ അതേപോലെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ഹെയർ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഇവർ സജസ്റ്റ് ചെയ്യും. ഹെയർ മാത്രമല്ല സ്കിന്നും ബ്രൈഡൽ മേക്കപ്പും ഗ്രൂം മേക്കപ്പും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു യൂണിസെക്സ് സലൂണാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഹെയർ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഹാപ്പിയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലം മറക്കണ്ട, വിങ്സ് സ്റ്റൈലിംഗ് സെൻറ്റർ നമ്മുടെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് നേരെ ബാക്ക് സൈഡിൽ MS കോംപ്ലക്സിലാണ് കേട്ടോ.